മുംബൈ ദർപ്പൺ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഈ ചാനൽ നിങ്ങൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ അഭ്യർത്ഥിക്കുന്നു. ഒപ്പം അടുത്തുള്ള ബെല്ലൈക്കണും ക്ലിക്ക് ചെയ്യുക. അപ്പോൾ എൻ്റെ പുതിയ വീഡിയോയുടെ നോട്ടിഫിക്കേഷൻസ് നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. വർഷം 2025 ജൂലൈ 28 ചൊവ്വ ചിങ്ങം രാശിയിൽ നിന്നും കന്നിയിലേക്ക് രാശിമാറ്റം ചെയ്തിരിക്കുകയാണ്. ഇവിടെ 2025 സെപ്റ്റംബർ 13 വരെ നിൽക്കുന്നതുമായിരിക്കും. ഈ സമയത്ത് ശനിയും ചൊവ്വായും ചേർന്ന് സമസപ്തക യോഗം നിർമ്മിക്കുന്നതാണ്. സൂര്യൻ ചിങ്ങത്തിൽ പ്രവേശിക്കുമ്പോൾ, അതായത് ഓഗസ്റ്റ് 17 മുതൽ സെപ്റ്റംബർ 13 വരെ വേശിയോഗവും ഉണ്ടാകുന്നതായിരിക്കും. ചൊവ്വയുടെ ഈ രാശിമാറ്റം മകരം രാശിക്കാരിൽ എന്തെല്ലാം പ്രഭാവങ്ങൾ ചെലുത്തും എന്നതിനെക്കുറിച്ചാണ് ഈ വീഡിയോയിൽ ഞാൻ വിവരിക്കുന്നത്. ചൊവ്വ നിങ്ങളുടെ 11ഉം 4ഉം ഭാവങ്ങളുടെ അധിപനാണ്. രാശി മാറിയിരിക്കുന്നത് 9ാം ഭാവമായ കന്നിയിലേക്കാണ്. കേന്ദ്രസ്ഥാനമായ 4ാം ഭാവത്തിൻ്റെ അധിപൻ ത്രികോണസ്ഥാനമായ 9ൽ നിൽക്കുന്നത് ചൊവ്വയുടെ ശുഭഫലങ്ങൾ ലഭിക്കുവാൻ ഇടയാക്കുന്നതായിരിക്കും. ഭാഗ്യസ്ഥിതികളിൽ വർധനവുണ്ടാകുന്നതായിരിക്കും. കാര്യങ്ങളിൽ നേരിട്ടുകൊണ്ടിരുന്ന തടസ്സങ്ങൾ മാറി എല്ലാ കാര്യവും പൂർണ്ണമാകുന്നതായിരിക്കും. ദൂരയാത്രകൾ ചെയ്യുന്നതാണ്. ഇത് വിദേശയാത്രയോ ധാർമ്മിക യാത്രകളോ ഒക്കെ ആകാം. യാത്രയിൽ പ്രതീക്ഷിച്ച ശുഭഫലങ്ങൾ ലഭിക്കുന്നതുമായിരിക്കും. ഈ സമയത്ത് ദാനധർമ്മങ്ങളും മറ്റും ചെയ്യുന്നതായിരിക്കും. ഉപരിപഠനം ചെയ്യുന്ന വിദ്യാർത്ഥികൾക്ക് കോമ്പറ്റേറ്റീവ് പരീക്ഷകളിലും മറ്റും നന്നായി പെർഫോം ചെയ്യുവാൻ സാധിക്കുന്നതായിരിക്കും. സന്താനപക്ഷത്തെക്കുറിച്ച് എന്തെങ്കിലും ആശങ്കകളുണ്ടെങ്കിൽ അതിൽ ആശ്വാസം ലഭിക്കുന്നതായിരിക്കും. ഈ സമയത്ത് പിതാവുമായി വാക്കുതർക്കങ്ങളോ മറ്റും ഉണ്ടാകുവാൻ സാധ്യതകളുണ്ട്. അതുപോലെ പിതാവിൻ്റെ ആരോഗ്യത്തിലും പ്രശ്നങ്ങൾ ഉണ്ടാകാനിടയുണ്ട്. ഈ കാര്യങ്ങളിൽ ശ്രദ്ധിക്കണം. ഭൂമി, ഭവനം, പ്രോപ്പർട്ടി എന്നിവയിൽ നിന്നും ലാഭം ലഭിക്കുന്നതായിരിക്കും. ബിസിനസ്സിൽ നല്ല ഗ്രോത്ത് ഉണ്ടാകുന്നതാണ്. ലാഭസ്ഥാനാധിപൻ ഭാഗ്യസ്ഥാനത്ത് നിൽക്കുന്നത് ലാഭസ്ഥിതികളിൽ വർധന ഉണ്ടാകുവാൻ ഇടയാക്കുന്നതായിരിക്കും. ഈ സമയത്ത് കരിയർ, ബിസിനസ് എന്നിവയിൽ പല അനുകൂല പരിവർത്തനങ്ങളും കാണുവാൻ സാധിക്കുന്നതായിരിക്കും. ഇനി ചൊവ്വയുടെ ദൃഷ്ടിഫലങ്ങളെക്കുറിച്ചാണ് പറയുന്നത്. ചൊവ്വയുടെ 4ാം ദൃഷ്ടി പതിക്കുന്നത് 12ാം ഭാവത്തിലാണ്. ഈ സമയത്ത് ചിലവുകൾ വർദ്ധിക്കുന്നതായിരിക്കും. ഇതിൽ കൂടുതലും വിദേശ സംബന്ധമായ കാര്യങ്ങൾക്ക് വേണ്ടിയോ വിദേശയാത്രകൾക്ക് വേണ്ടിയോ ഒക്കെ ആകാം ചിലവഴിക്കുന്നത്. ഈ സമയത്ത് അപകടങ്ങളിൽ പരിക്കുകൾ പറ്റാതിരിക്കുവാൻ ശ്രദ്ധിക്കണം. ചൊവ്വയുടെ 7ാം ദൃഷ്ടി പതിക്കുന്നത് നിങ്ങളുടെ 3ാം ഭാവത്തിലാണ്. ഈ സമയത്ത് നിങ്ങളുടെ ആത്മധൈര്യത്തിൽ വർധനമുണ്ടാകുന്നതായിരിക്കും. ഒരു എക്സ്ട്രാ എനർജി ഫീൽ ചെയ്യുന്നതാണ്. റിസ്ക്കുള്ള കാര്യങ്ങൾ ചെയ്യുന്നതും അതിൽ വിജയം ലഭിക്കുന്നതുമായിരിക്കും. ഇളയ സഹോദരങ്ങളുമായി എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടെങ്കിൽ അതെല്ലാം തന്നെ മാറി ബന്ധം പൂർവാധികം സുദൃഢമാകുന്നതുമായിരിക്കും. ഈ സമയത്ത് നിങ്ങളുടെ കമ്മ്യൂണിക്കേഷൻ സ്കില്ലിൽ നല്ല വർധനമുണ്ടാകുന്നതും അത് പല നേട്ടങ്ങളും വരാൻ ഇടയാക്കുന്നതുമായിരിക്കും. ചൊവ്വയുടെ 8ാം ദൃഷ്ടി പതിക്കുന്നത് 4ാം ഭാവത്തിലാണ്. ഇത് ചൊവ്വയുടെ സ്വരാശിയാണ്. കൂടാതെ മൂലത്രികോണസ്ഥാനവുമാണ്. ഇവിടെ ചൊവ്വ ശുഭഫലങ്ങളായിരിക്കും നൽകുന്നത്. ഈ സമയത്ത് ഭൂമി വിൽക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് അതിൽ ലാഭം ലഭിക്കുന്നതായിരിക്കും. പ്രോപ്പർട്ടികൾ വാങ്ങാനും ഇത് അനുകൂല സമയമായിരിക്കും. പ്രോപ്പർട്ടി ഡീലേഴ്സിന് ഈ സമയത്ത് നല്ല ലാഭം ലഭിക്കുന്നതാണ്. ബിൽഡേഴ്സ്, ബിൽഡിംഗ് മെറ്റീരിയൽ സപ്ലയേഴ്സ്, ഹാർഡ്വെയർ എന്നീ ഫീൽഡിലൊക്കെ ഉള്ളവർക്ക് പ്രതീക്ഷിച്ചതിലും അധികം പ്രോഫിറ്റ് ലഭിക്കുന്നതായിരിക്കും. കാർഷിക രംഗത്ത് വർക്ക് ചെയ്യുന്നവർക്കും അനുകൂല സമയമായിരിക്കും. ഈ സമയത്ത് പുതിയ വാഹനവും മറ്റും വാങ്ങുവാനും യോഗമുണ്ടാകും. ഒരു കാര്യം പറയാൻ ആഗ്രഹിക്കുന്നത്, നേരത്തെ മുതൽ മാതാവിന് രക്തസംബന്ധമായും മറ്റും എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടെങ്കിൽ അതിൽ പ്രത്യേകം ശ്രദ്ധിക്കണം. സമയത്തിന് ട്രീറ്റ്മെൻറ്റും മറ്റും ചെയ്യുന്നത് നല്ലതായിരിക്കും. ഇതാണ് ചൊവ്വയുടെ രാശിമാറ്റം മകരം രാശിക്കാർക്ക് നൽകുന്ന ഫലങ്ങൾ.
വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ഇതുപോലെ ജ്യോതിഷ സംബന്ധമായ കൂടുതൽ വിവരങ്ങൾ അറിയുവാൻ വേണ്ടി എൻ്റെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ അഭ്യർത്ഥിക്കുന്നു. വീണ്ടും വേറൊരു വീഡിയോയിൽ കാണാം. അതുവരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം.